ിട്ടുണ്ട് രഞ്ജിത്താണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ കാസർഗോഡ് കല്യോട്ട് സന്ദർശനം നടത്തിയ പി കരുണാകരൻ എം പി മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്. പ്രതിപക്ഷ നേതാവിനോട് ചോദിച്ചിട്ട് വിളിക്കുക എന്നുള്ളതായിരുന്നു പറഞ്ഞത്. പക്ഷേ ഇതുവരെ വിളിച്ചിട്ടില്ല. പാർട്ടി ജില്ലാ സെക്രട്ടറി ഇതേപോലെ തന്നെ ഇദ്ദേഹത്തോട് സംസാരിച്ചിരുന്നു. സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് ചോദിക്കുമല്ലോ എന്തുകൊണ്ട് പോയില്ല എന്നുള്ള രീതിയിലുള്ളത്. അപ്പോഴും പറഞ്ഞത് ഞങ്ങൾ പറയാം എന്ന നിലയിലായിരുന്നു. അദ്ദേഹം ടി വിയിൽ നൽകിയിട്ടുള്ള ചാനൽ അഭിമുഖത്തിൽ അങ്ങനെ വിളിച്ചിട്ടില്ല എന്നാണ് ഇതിന് പറഞ്ഞത്. യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രി പോകണോ വേണ്ടേ എന്നുള്ളത് ഉൾപ്പെടെ ആലോചിക്കാൻ വേണ്ടിയിട്ടാണ് അവരോട് വിളിച്ചത്. പക്ഷേ മുഖ്യമന്ത്രി വരുന്ന സമയത്ത് കണ്ടല്ലോ നിങ്ങൾ, ആളൊന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ പോലും എന്തൊക്കെയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ചിരുന്നു എന്നുള്ളത്. ഇന്ന് ഞങ്ങൾ പോയ സമയത്ത് കാണാൻ കഴിഞ്ഞത് ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങളാണ്. ഇപ്പോൾ ശാസ്താ ഗംഗാധരൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്നാണ് 16 പവൻ മോഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. ഓമനക്കുട്ടൻ 5 ലക്ഷം രൂപയുടെ നാശനഷ്ടമാണ് ആ വീട്ടിലുണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ കേസിലെ പ്രതിയായിട്ടുള്ള പീതാംബരൻ്റെ വീട്, ആ വീട് പൂർണ്ണമായിട്ടും തകർത്തു. നിങ്ങൾ കണ്ടിരിക്കും. ആ പറമ്പിലുള്ള എല്ലാ തെങ്ങായാലും വാഴയായാലും എല്ലാം തന്നെ കൊത്തി നശിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല ആ ദിവസം അവരെ തന്നെ അമ്മയെയും അതുപോലെ തന്നെ മകളെയും അടക്കം മർദ്ദിക്കുന്ന സ്ഥിതിയും കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. കല്യോട്ട് AKG മന്ദിരം, കല്യോട്ട് കോൺഗ്രസിന് സ്വാധീനമുള്ള സ്ഥലം നിങ്ങൾക്കറിയാം. അവിടെ പാർട്ടി ഓഫീസ് ഉണ്ടാക്കാൻ ഒട്ടേറെ ശ്രമങ്ങൾ നടത്തുന്ന സമയത്ത് അതിനെയൊക്കെ തകർക്കുകയാണ് ചെയ്തത്. ആദ്യഘട്ടത്തിൽ പാർട്ടി ഓഫീസിൻ്റെ കല്ല് വെച്ച സമയത്ത് ആ കല്ലെടുത്ത് കളഞ്ഞു. പക്ഷേ എന്നിട്ട് പോലും അവിടെ പാർട്ടി ഓഫീസ് വന്നു. ആ പാർട്ടി ഓഫീസാണ് പൂർണ്ണമായിട്ടും തകർത്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഏച്ചിലടുക്കത്തുള്ള EMS വായനശാലകൾക്കാണ് ഏറ്റവും വലിയ നാശനഷ്ടം ഉണ്ടായിട്ട്. ഇവിടെ വായനശാലയാണ് തകർത്തത്, ഏച്ചിലടുക്കത്ത് വായനശാലയാണ് തകർത്തത്. അതിൻ്റെ അടുത്ത് തന്നെയുള്ളതാണ് സഖാവ് ശേഖരേട്ടൻ നിങ്ങൾക്കറിയാം. ശേഖരേട്ടൻ നിങ്ങൾക്കറിയാം. കാരണം നമ്മുടെ ഈ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നു. ഇവിടുത്തെ എല്ലാ ആൾക്കാരും അംഗീകരിക്കപ്പെടുന്ന ഒരു നേതാവായിരുന്നു. ശേഖരേട്ടൻ്റെ ഭാര്യ ഇവിടെയുണ്ട്, ശാരദേട്ടി, പിന്നെ അവരുടെ ഇപ്പോഴത്തെ പഞ്ചായത്ത് പ്രസിഡൻറ്റ്. അദ്ദേഹത്തിൻ്റെ സ്മാരകം തകർത്തു. ഇതിൻ്റെ മേലെയുള്ള ഇതേപോലെ തന്നെയുള്ള ഓഫീസും കാര്യങ്ങളും തകർത്തു. വെച്ചിലെടുക്കത്ത് തന്നെയുള്ള നായനാരുടെ പേരിലുള്ള വെയിറ്റിംഗ് ഷെഡ്, ആ വെയിറ്റിംഗ് ഷെഡ് പൂർണ്ണമായിട്ടും തീ വെച്ച് നശിപ്പിച്ചിട്ടുണ്ട്. കല്യോട്ടത്ത് ഏറ്റവും വലിയ നാശനഷ്ടം ഉണ്ടായത് വത്സൻ്റെതാണ്. വത്സൻ്റെയും ജയരാജൻ്റെയും കടകൾ. വത്സൻ്റെ കടയിൽ നിന്ന് 15.5 കിൻഡൽ റബ്ബറാണ് പകൽ തന്നെ പൂർണ്ണമായിട്ടും എടുത്ത് കത്തിച്ചത്. കുറേ കിൻഡൽ റബ്ബർ അവരെടുത്ത് കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ജയരാജൻ്റെ വീടിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിട്ടുള്ളത്. ഏകദേശം 4-5 കോടി രൂപയുടെ നാശനഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ ഞങ്ങൾ ഈ സ്ഥലത്ത് പോകാൻ സ്വാഭാവികമായിട്ടും പോലീസിൻ്റെ, കലക്ടറുടെ, മറ്റാൾക്കാരുടെ ഒക്കെ അനുവാദം ചോദിച്ചിരുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം സഞ്ചാര സ്വാതന്ത്ര്യം ഉള്ളതാണ്. ആരുടെയും പിന്നെ നിരോധനാജ്ഞയൊന്നുമില്ല. അവിടെ ആർക്കും പോകാവുന്നതാണ്. പക്ഷേ ഒരു 10-15 ആളുകൾ കല്യോട്ട് ടൗണിൽ മുദ്രാവാക്യം വിളിക്കാനും ചീത്ത പറയാനുമായി നേരത്തെ ഒരുക്കിയിരിക്കുന്നു എന്നുള്ളത് അവിടെ എത്തിയ സമയത്ത് മനസ്സിലായി. പക്ഷേ നമ്മൾ പാർട്ടി സഹാക്കളെ ആരെയും ഒന്നും കൂട്ടിയിട്ടില്ല. കാരണം ജനപ്രതിനിധികളും ഇവിടുത്തെ പാർട്ടിൻ്റെ ആൾക്കാർ മാത്രമേ പോയിട്ടുള്ളൂ. അത് പോലീസുകാരോടും പറഞ്ഞതായിരുന്നു. ഇതിൻ്റെ ഉദ്ദേശം വളരെ വ്യക്തമാണ്. കാരണം അവിടെ പോകുന്ന സമയത്ത് വലിയ സംഘർഷമാണ്. ചിലപ്പോൾ ട്രോളിങ് ന്യൂസ് ഇപ്പോൾ തന്നെ, ബ്രേക്കിംഗ് ന്യൂസ് ഇപ്പോൾ തന്നെ വന്നിട്ട് കൊടുത്തിട്ടുണ്ടാവുമല്ലോ നിങ്ങളെല്ലാം തന്നെ. അവിടെ വലിയ സംഘർഷമാണ്, പോകാൻ വേണ്ടി കഴിയുന്നില്ല എന്ന നിലയിലുള്ള വാർത്തയൊക്കെ കൊടുത്തിട്ടുണ്ടാവുമല്ലോ. എത്ര ആൾ ആ നാടെ ഉണ്ടായെന്നുള്ളത് കാണാം. ആളതല്ല പ്രശ്നം. അവിടെ പോലീസിൻ്റെ അനുവാദത്തോടെ, കലക്ടറുടെ അനുവാദത്തോടെ, കോൺഗ്രസ് നേതൃത്വത്തോട് തന്നെ ചോദിച്ചിട്ട് അവർ അനുവാദത്തിൻ്റെ ആവശ്യമില്ല, പക്ഷേ അറിയിച്ചതിന് ശേഷമാണ് ഞങ്ങൾ പോയത്. പ്രധാനപ്പെട്ട ആൾക്കാർ, MP, MLA, പാർട്ടി സെക്രട്ടറി, അതുപോലെ തന്നെ മുൻ MLA മാർ, ഇവരൊക്കെ പോയത്. ആ സമയത്ത് അവിടെ കോൺഗ്രസ് എടുത്തുള്ള സമീപനം, കോൺഗ്രസ് അത് തീർത്തും പിന്നെ പ്ലാൻ ചെയ്തിട്ടുണ്ടാക്കിയത് തന്നെയാണ്. ഞങ്ങളവിടെ ഒരു സംഘർഷത്തിനോ മറ്റു കാര്യങ്ങൾക്കും വേണ്ടി നിൽക്കുകയില്ല. കാരണം അതാണ് അവരെ സംബന്ധിച്ച ആവശ്യം. അവിടെ ഒരു വാക്കേറ്റം ഉണ്ടാവുക, തർക്കം ഉണ്ടാവുക, അപ്പോൾ കുറേ ചീത്ത വിളിക്കുക, MPനെയും മറ്റാൾക്കാരെയും. അപ്പോൾ അതൊക്കെ പിന്നെ TV എടുക്കുക, എന്നിട്ട് കൊടുക്കുക. അപ്പോൾ ഇവിടെ വലിയ സംഘർഷമോ കാര്യങ്ങളോ ഇവിടെ ഒരു ചുക്കും ഉണ്ടായിട്ടില്ല, ഒരു സംഭവം ഉണ്ടായിട്ടില്ല അവിടെ. അത് പ്രചരിപ്പിക്കാൻ സ്വാഭാവികമായിട്ടും ബോധപൂർവമാണ് അവർ ശ്രമിച്ചതെങ്കിൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എല്ലാ വീടുകളിലും പോകാൻ വേണ്ടി കഴിഞ്ഞു. നാശനഷ്ടങ്ങൾ നോക്കിക്കാണാൻ വേണ്ടി കഴിഞ്ഞു. 2 കാര്യങ്ങൾ ഇതിൽ പാർട്ടി നേരെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. കല്യോട്ട് സന്ദർശനം നടത്തിയ പി കരുണാകരൻ MP മാധ്യമങ്ങളോട് സംസാരിക്കും.